പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഫിലമോന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒനേസിമോസിനെ കുറിച്ചാണ്. പ്രയോജനമുള്ളവൻ എന്നാണ് പേരിന്റെ അർത്ഥം. റോമൻ പടയാളികൾ ദേശം കൈവശമാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ നല്ല ആരോഗ്യവും സൗന്ദര്യവും മിടുക്കും സാമർഥ്യവുമുള്ള യുവാക്കളെയും യുവതികളെയും ബന്ധനസ്ഥരാക്കി കൊണ്ടുവന്ന് സൗകര്യമുള്ള വീട്ടുകാർക്ക് അടിമകളായി വിൽക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അങ്ങനെ ഒനേസിമോസ് ഫിലമോന് ലഭിച്ച സമർത്ഥനായ ഒരു അടിമയായിരുന്നു എന്ന് ഹെൻറി എച്ച് ഹാലി എന്ന വേദപണ്ഡിതൻ രചിച്ച പോക്കറ്റ് ബൈബിൾ ഹാൻഡ് ബുക്ക് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ ഏകദേശം 3 വർഷത്തോളം എഫെസോസിൽ താമസിച്ചു സുവിശേഷ വേല ചെയ്തതായി അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള ഭാഗത്ത് കാണുന്നു. അക്കാലത്ത് ഫിലമോൻ കൊലോസിയിൽ നിന്ന് പൗലോസിനെ കാണുവാൻ പോയപ്പോൾ ഒനേസിമോസും കൂടെയുണ്ടായിരുന്നു എന്നും അങ്ങനെ പൗലോസിനെ പരിചയപ്പെട്ട് കാണുമെന്നും പറയപ്പെടുന്നു. ധനവാനായ ഫിലമോന്റെ കുറെ പണം മോഷ്ടിച്ചുകൊണ്ട് ഒനേസിമോസ് റോമിലേക്ക് ഒളിച്ചു കടന്നു കളഞ്ഞു. തിരക്കേറിയ റോമ പട്ടണത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും കുറ്റവാളികൾ വന്ന് താമസിച്ചിരുന്നത് കൊണ്ട് അവിടെ നിന്ന് ഒരാളിനെ തിരക്കി കണ്ടുപിടിക്കുന്നതിന് എളുപ്പമായിരുന്നില്ല. ഒരു പക്ഷേ ഒനേസിമോസ് മോഷ്ടിച്ച പണം റോമിൽ വച്ച് തനിക്ക് നഷ്ടപ്പെട്ട് കാണും. ഈ സമയത്ത് റോമിൽ വീട്ടുതടങ്കലിൽ തടവുകാരനായി കഴിയുന്ന പൗലോസിനെ മുൻ പരിചയം വെച്ച് ഒനേസിമോസ് ചെന്ന് കാണുകയും പൗലോസ് അവനെ മാനസാന്തരപ്പെടുത്തി ഒരു യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. പൗലോസ് ഈ സമയത്ത് വൃദ്ധനും തടവിലുമായിരുന്നു. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചു കൊണ്ടിരുന്നു എന്ന് പറയത്തക്കവണ്ണം തൻ്റെ അടുക്കൽ വരുന്നവരെയെല്ലാം പൗലോസ് യേശുവിനായി നേടി. അക്കൂട്ടത്തിൽ ഒനേസിമോസും ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് തടവിലായിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒനേസിമോസ് പ്രയോജനമുള്ളവനായി തീർന്നു. അനേകം വിശ്വാസികളും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല എന്നുള്ളതിൽ കവിഞ്ഞ് പ്രയോജനകരമായിട്ട് ഉപകാരം ഒന്നും ചെയ്യുന്നില്ല, ചെയ്യരുതാത്തതൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യേണ്ടത് പലതും വിട്ടുകളയുന്നു. ചെയ്യരുതാത്തത് ചെയ്യുന്നതും ചെയ്യേണ്ടത് ചെയ്യാതെ വിട്ടുകളയുന്നതും പാപമാണ്. ഒനേസിമോസ് ആകട്ടെ പലർക്കും പ്രയോജനകരമായ സേവനം ചെയ്യുന്നവനായിരുന്നു. ഒനേസിമോസ് പൗലോസിന് പ്രാണപ്രിയനായിരുന്നു. പിണക്കമില്ലാതിരിക്കുന്ന അവസ്ഥയല്ല സ്നേഹമെന്ന് പറയുന്നത്, മറിച്ച് എന്ത് ത്യാഗം ചെയ്തും ശുശ്രൂഷിക്കുന്ന മനോഭാവമാണ് സ്നേഹത്തിന്റെ ലക്ഷണം. യേശുക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ സ്വയം ക്രൂശിൽ ജീവൻ അർപ്പിച്ചു. തന്നെത്താൻ രക്ഷിപ്പാൻ അവൻ ആഗ്രഹിച്ചില്ല. ഒനേസിമോസ് പൗലോസിനെ തടവറയിൽ ശുശ്രൂഷിച്ചു. അവനെ തൻ്റെ കൂടെ നിർത്തുവാൻ പൗലോസ് വളരെയധികം ആഗ്രഹിച്ചു. എങ്കിലും ഫിലമോന്റെ അടിമയായിരുന്നതിനാൽ ഫിലമോന്റെ അനുവാദം കൂടാതെ അങ്ങനെ ചെയ്യുവാൻ പൗലോസ് താല്പര്യപ്പെട്ടില്ല. അവൻ പൗലോസിനെ തടവിൽ ശുശ്രൂഷിച്ചു. ഒരു തടവ് പുള്ളിയെ ശുശ്രൂഷിക്കുന്നത് എളുപ്പമായ കാര്യമായിരുന്നില്ല. ബന്ധനസ്ഥനായ ഒരുവനെ ശുശ്രൂഷിക്കുമ്പോൾ പല താണ ജോലികൾ നിർവഹിക്കേണ്ടി വരും. ഒനേസിമോസ് അതെല്ലാം സന്തോഷത്തോടെ നിർവഹിക്കുവാൻ തയ്യാറായിരുന്നു. അവൻ വളരെ വിശ്വസ്തനായിരുന്നു. വിശ്വസ്തത എല്ലാ മനുഷ്യരിലും കാണാത്ത ഒരു ഗുണവിശേഷണമാണ്. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദൈവത്തിന്റെ ഗൃഹവിചാരകന്മാരായ ദൈവമക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയത്രേ. വിശ്വസ്തതയ്ക്ക് ദൈവം പ്രതിഫലം നൽകുമെന്ന് തിരുവചനത്തിൽ കാണുന്നു. നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നമ്മെ ഏൽപ്പിക്കുന്ന ചെറുതോ വലുതോ ആയ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തത പാലിക്കുവാൻ നമുക്ക് കഴിയണം. ഒനേസിമോസ് യഥാസ്ഥാനപ്പെട്ട ഒരു അടിമയായിരുന്നു. ഫിലമോന്റെ പണം മോഷ്ടിച്ചുകൊണ്ട് ഒളിച്ചോടിപ്പോയ അടിമയായ ഒനേസിമോസ് തിരിച്ചു ചെന്നപ്പോൾ പൗലോസിന്റെ അഭ്യർത്ഥന പ്രകാരം ഫിലമോൻ ഒരു സഹോദരനെ പോലെ അവനെ സ്വീകരിച്ചു. അവന്റെ ബാധ്യതയും ഇളച്ചു കൊടുത്തു. ഫിലമോന് നഷ്ടപ്പെട്ട തുകയേക്കാൾ എത്രയോ വലിയ നേട്ടമാണ് ഒനേസിമോസ് ദൈവഭാഗത്ത് വന്നതുമൂലം ഉണ്ടായത്. ഒളിച്ചോടിപ്പോകുന്ന അടിമകളെ പിടികിട്ടിയാൽ കഠിന ശിക്ഷ നൽകുകയോ വധശിക്ഷ നൽകുകയോ ചെയ്യുന്നത് അന്നത്തെ രാഷ്ട്രീയ നിയമമായിരുന്നതിനാൽ ഒനേസിമോസിനെ ഫിലമോന്റെ അടുക്കലേക്ക് മടക്കി അയക്കുമ്പോൾ അവനോട് അടിമയായിട്ടല്ല, മറിച്ച് പൗലോസിനെ എന്ന പോലെ ഒരു ക്രിസ്തീയ സഹോദരനായി സ്വീകരിക്കുന്നതിനു വേണ്ടി ഒനേസിമോസിനോട് കൂടെ തിഹിക്കോസിന്റെ പക്കൽ കൊടുത്തയച്ച ശുപാർശ കത്തായ ചെറുലേഖനത്തിൽ നിന്നാണ് ഈ ചരിത്രം മനസ്സിലാകുന്നത്. ഫിലമോൻ ഒനേസിമോസിനെ സ്വതന്ത്രനാക്കുക
മനസ്സിലാക്കുകയും ഒരു ക്രിസ്തീയ സഹോദരനായി സ്വീകരിക്കുകയും ചെയ്തു. അവന്റെ കുറ്റം ക്ഷമിക്കുകയും നഷ്ടപ്പെട്ട പണം പൗലോസിന്റെ അഭ്യർത്ഥന പ്രകാരം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. ഒനേസിമോസിനെ കുറിച്ച് ചുരുക്കം വാക്യങ്ങളെ തിരുവചനത്തിൽ കാണുന്നുള്ളൂ എങ്കിലും അവ ശ്രദ്ധേയമാണ്. ഒനേസിമോസ് ഭാവിയിൽ ബെറോബയിലെ ബിഷപ്പായി തീർന്നു എന്ന് പാരമ്പര്യമുണ്ട്. AD 110 ജീവിച്ചിരുന്ന സഭാപിതാവായ ഇഗ്നേഷ്യസ് ഒനേസിമോസ് എഫസോസിലെ ബിഷപ്പായി തീർന്നതായി തന്റെ ഒരു എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഹേസ്റ്റിംഗ്സ് ഡിക്ഷണറി ഓഫ് ദ ബൈബിൾ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.